ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഇപ്പോൾ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെയും പഞ്ചാബ് FC-യുടെയും മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് പഞ്ചാബ് FC-യുടെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ISL-ന്റെ 10ാം സീസൺ അവസാനിക്കുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിലെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയും ചെയ്യും. ഇതിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ മത്സരം പഞ്ചാബ് FC-ക്കെതിരായിട്ടാണ്. ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി 7:30 ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഹോം മാച്ച് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് പഞ്ചാബ് FC-യുടെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. പഞ്ചാബ് FC-യുടെ പരിശീലകന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: അടുത്ത ഞങ്ങളുടെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനോടാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഞങ്ങളുടെ മത്സരം ഞങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഏകുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ അത്ര വലിയൊരു ആരാധക കൂട്ടായ്മക്ക് മുന്നിൽ കളിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് വെല്ലുവിളിയായി മാറുന്നത്. എന്നിരുന്നാലും മികച്ച രീതിയിൽ ഞങ്ങൾ കളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളൊക്കെയാണ് പഞ്ചാബ് FC-യുടെ പരിശീലകൻ മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പരിശീലകന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് വളരെ ശക്തരാണെന്നും കൂടാതെ മികച്ച രീതിയിൽ ഞങ്ങൾ കളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ്. നമുക്കറിയാം, പഞ്ചാബ് FC ആദ്യമായിട്ടാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മുന്നിൽ കളിക്കുമ്പോൾ പഞ്ചാബ് FC-ക്ക് അത് വളരെ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.